പ്രിയപ്പെട്ട കുട്ടികളെ, കേരള PSCയുടെ 12th ലെവൽ എക്സാം 2021 ഏപ്രിൽ 10 പല സ്ഥലങ്ങളിൽ നടക്കുകയുണ്ടായി. ഇനിയുള്ള ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ ചോദ്യങ്ങളെ ബേസ് ചെയ്തായിരിക്കും ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ മുൻകാല പ്രിലിമിനറി പരീക്ഷ, അതായത് 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ എല്ലാ ഘട്ടങ്ങളിലും ഏറെക്കുറെ 10 മുതൽ 20 ചോദ്യങ്ങൾ വരെ ആവർത്തിച്ചതായി കാണാം. അതുപോലെ തന്നെ ഈ 12th ലെവൽ എക്സാമിനും ഇനി വരുന്ന പരീക്ഷകളിലും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ അതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏറെക്കുറെ 10 മുതൽ 20 ചോദ്യങ്ങൾ വരെയെങ്കിലും അതുപോലെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികൾ ഇപ്പോൾ നടന്ന ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുകയും ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. അതായത് കമ്പ്യൂട്ടറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷുണ്ട്, മാത്സ് ഉണ്ട്, ജനറൽ നോളജ് ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ എക്സാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള കുറേ ക്വസ്റ്റ്യങ്ങൾ നിങ്ങൾ തിരഞ്ഞു പിടിച്ച് പഠിക്കുക. ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ജനറൽ നോളജ് ഏറെക്കുറെ മേജർ ക്വസ്റ്റ്യനും ജനറൽ നോളജിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ജനറൽ നോളജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും, അതായത് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ജനറൽ നോളജായിരിക്കും ഇനി വരുന്ന ഘട്ടങ്ങളിൽ ചോദിക്കുന്നത്. നമ്മളെ സ്വാതന്ത്ര്യ സമരത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, അന്തരീക്ഷത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പിന്നെ നദികളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്വസ്റ്റ്യനുകൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് 80-ൽ കൂടുതൽ ശതമാനം മാർക്ക് കരസ്ഥമാക്കാൻ കഴിയുന്നതാണ്. 2021 ഏപ്രിൽ 10 നടന്ന 12th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കോഡ് A ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അതിൻ്റെ ആൻസറും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ കേട്ട് പഠിക്കുക. കൂടുതൽ വിവരങ്ങൾ ഇതിന് താഴെയുള്ള kerala.psctips.blogspot.com എന്ന് പറയുന്ന ഒരു ബ്ലോഗിൽ കൂടുതൽ ക്വസ്റ്റ്യനുകൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. നമുക്ക് തുടങ്ങാം. 11-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട മൂഷകവംശ കാവ്യത്തിൻ്റെ രചയിതാവ് ആരാണ്? ആൻസർ അതുലൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. ചർച്ച് മിഷൻ സൊസൈറ്റി, അതായത് CMS, അതിൻ്റെ പ്രവർത്തന മേഖല ഏതായിരുന്നു? ആൻസർ തിരുവിതാംകൂർ. ക്വസ്റ്റ്യൻ നമ്പർ 3. കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കപ്പെട്ടതാരെ? ആൻസർ VO ചിദംബരം പിള്ള. ക്വസ്റ്റ്യൻ നമ്പർ 4. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വിമോചകൻ എന്നറിയപ്പെട്ട നേതാവാര്? ആൻസർ സൈമൺ ബൊളിവാർ. ക്വസ്റ്റ്യൻ നമ്പർ 5. ശീതസമരം, അതായത് കോൾഡ് വാർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആര്? ആൻസർ ബെർണാഡ് ബറൂച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 6. അയണോസ്ഫിയർ ഏത് അന്തരീക്ഷ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്? ആൻസർ തെർമോസ്ഫിയർ. ക്വസ്റ്റ്യൻ നമ്പർ 7. ധാരാതലീയ ഭൂപടങ്ങളിൽ തരിശുഭൂമി ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏത്? ആൻസർ വെള്ള. ക്വസ്റ്റ്യൻ നമ്പർ 8. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര നദിയെ വിളിക്കുന്ന പേര് എന്താണ്? ആൻസർ ജമുന. ക്വസ്റ്റ്യൻ നമ്പർ 9. പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം ഇന്ത്യയിലെ ഏത് കാലവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ശൈത്യകാലം. ക്വസ്റ്റ്യൻ നമ്പർ 10. സംസ്ഥാന വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ആലപ്പുഴ. ക്വസ്റ്റ്യൻ നമ്പർ 11. ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പരിപാടികളും നടപ്പാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യ വിഭവവും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് പറയുന്ന പേര്? ആൻസർ ആസൂത്രണം. ക്വസ്റ്റ്യൻ നമ്പർ 12. നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്ന് ആവശ്യപ്പെട്ട വ്യക്തി? ആൻസർ മഹാത്മാഗാന്ധി. ക്വസ്റ്റ്യൻ നമ്പർ 13.
കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്? ആൻസർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇ ഗവേൺസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭം? ആൻസർ അക്ഷയ കേന്ദ്രം. ക്വസ്റ്റ്യൻ നമ്പർ 15. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനം? ആൻസർ ലോകായുക്ത. ക്വസ്റ്റ്യൻ നമ്പർ 16. വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത അവകാശം? ആൻസർ മൗലിക അവകാശം. ക്വസ്റ്റ്യൻ നമ്പർ 17. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഈ വാക്കുകൾ ആരുടെ? ആൻസർ ഡോക്ടർ BR അംബേദ്കർ. ക്വസ്റ്റ്യൻ നമ്പർ 18. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം? ആൻസർ 4A. ക്വസ്റ്റ്യൻ നമ്പർ 19. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന അവകാശം? ആൻസർ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ക്വസ്റ്റ്യൻ നമ്പർ 20. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി? ആൻസർ 26 നവംബർ 1949. ക്വസ്റ്റ്യൻ നമ്പർ 21. 2017-18 സാമ്പത്തിക വർഷം കേന്ദ്ര ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച നികുതി ഇനം ഏത്? ആൻസർ GST. ക്വസ്റ്റ്യൻ നമ്പർ 22. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആരംഭിച്ച വർഷം? ആൻസർ 1770. ക്വസ്റ്റ്യൻ നമ്പർ 23. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്ക പരിഹാരത്തിനായി ഉപഭോക്താവ് അടയ്ക്കേണ്ട ഫീസ്? ആൻസർ 400 രൂപ. ക്വസ്റ്റ്യൻ നമ്പർ 24. 1952 കേന്ദ്ര ഗവൺമെൻറ് മൊത്തം ചെലവിൻ്റെ എത്ര ശതമാനമാണ് വിദ്യാഭ്യാസത്തിനായി ചെലവഴിച്ചത്? ആൻസർ 7.92%. ക്വസ്റ്റ്യൻ നമ്പർ 25. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ ജോഡി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ്: അമർത്യാസൻ, മനുഷ്യക്ഷേമം. ബി കാൾ മാർക്സ്, ലെസേ ഫെയർ. സി ദാദാബായ് നവറോജി, ചോർച്ച സിദ്ധാന്തം. ഡി ഗാന്ധിജി, ട്രസ്റ്റിഷിപ്പ്. ആൻസർ കാൾ മാർക്സ്, ലെസേ ഫെയർ. ക്വസ്റ്റ്യൻ നമ്പർ 27. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത്? ആൻസർ വൈറ്റമിൻ കെ. ക്വസ്റ്റ്യൻ നമ്പർ 27. താഴെ പറയുന്നവയിൽ യോജക കലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ്: തരുണാസ്തി, നാരുകല, രക്തം, പേശിക്കല. ആൻസർ രക്തം. ക്വസ്റ്റ്യൻ നമ്പർ 28. ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം? ആൻസർ അഗർവുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 29. ആദ്യ വൃക്കമാറ്റ ശസ്ത്രക്രിയ നടത്തിയതാര്? ആൻസർ ഡോക്ടർ ജോസഫ് ഇ മുറയെ. ക്വസ്റ്റ്യൻ നമ്പർ 30. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം? ആൻസർ 1.4 മുതൽ 1.5 കിലോഗ്രാം വരെ. ക്വസ്റ്റ്യൻ നമ്പർ 31. സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ ഡാഷ് ഫലം പ്രയോജനപ്പെടുത്തിയാണ്? ആൻസർ താപഫലം. ക്വസ്റ്റ്യൻ നമ്പർ 32. സമ്പർക്ക ബലത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: വിസ്കസ് ബലം, ന്യൂക്ലിയർ ബലം, പ്രതല ബലം, ഘർഷണ ബലം. ആൻസർ ന്യൂക്ലിയർ ബലം. ക്വസ്റ്റ്യൻ നമ്പർ 33. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓക്സിജൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഏത്? ഓപ്ഷൻസ്: 1s2, 2s2, 2p4. ബി 1s2, 2s2, 2p2. സി 1s2, 2s2, 2p5. ഡി 1s2, 2s2, 2p6. ആൻസർ എ 1s2, 2s2, 2p4. ക്വസ്റ്റ്യൻ നമ്പർ 34. ഓസോൺ പാളി കാണപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് പാളിയിലാണ്?
ഓപ്ഷൻസ് ട്രോപ്പോസ്ഫിയർ, ബി തെർമോസ്ഫിയർ, സി മീസോസ്ഫിയർ, ഡി സ്ട്രാറ്റോസ്ഫിയർ. ആൻസർ ഡി സ്ട്രാറ്റോസ്ഫിയർ. ക്വസ്റ്റ്യൻ നമ്പർ 35. ശരീരവേദന കുറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഔഷധ വിഭാഗം. ആൻസർ ആൻറ്റി പൈററ്റിക്യോൾ. ക്വസ്റ്റ്യൻ നമ്പർ 36. ഏറ്റവും കൂടുതൽ ഡാറ്റ സൂക്ഷിക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണം. ആൻസർ ഹാർഡ് ഡിസ്ക്. അപ്പോൾ ഇതുപോലെ കമ്പ്യൂട്ടറിനെ കുറിച്ച് കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഹാർഡ് ഡിസ്ക് ചോദിച്ചു, ഇനി അടുത്ത് SD കാർഡ് ചോദിക്കും, അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ പെൻ ഡ്രൈവിനെ കുറിച്ചൊക്കെ ചോദിക്കും. അതുകൊണ്ട് കുട്ടികൾ ഈ വിഷയം നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 37. ചിത്രങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ. ആൻസർ ജിംബ്. 8. സഫാരി ഏത് വിഭാഗത്തിൽപ്പെടുന്ന സോഫ്റ്റ്വെയർ ആണ്? ആൻസർ ബ്രൗസർ. അതുപോലെ ഇവിടെ ബ്രൗസറിനെ കുറിച്ച് ചോദിച്ചു, ഇനി അടുത്ത് ക്രോം ചോദിക്കാം. ക്രോമും ബ്രൗസറാണ്. അതുപോലെ തന്നെ ബിങ്, എപ്പിക്, ഇതൊക്കെ ബ്രൗസറാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളിത് നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 39. താഴെ പറയുന്നവയിൽ നെറ്റ്വർക്ക് ആക്രമണത്തെ തടയാൻ ഉപയോഗിക്കാത്തത് ഏതാണ്? ഓപ്ഷൻസ് എ ആൻറ്റിവൈറസ് സ്കാനർ ഉപയോഗിക്കുക, ബി കമ്പ്യൂട്ടർ ഇടയ്ക്കിടയ്ക്ക് ഡീഫ്രാഗ്മെൻറ്റ് ചെയ്യുക, സി കുക്കീസ് ഇടയ്ക്കിടയ്ക്ക് മായ്ച്ച് കളയുക, ഡി ഫയർവാൾ സെറ്റ് ചെയ്യുക. ആൻസർ ഡി ഫയർവാൾ സെറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 40. കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ വരുന്ന തെറ്റിനെ പറയുന്നത്. ആൻസർ ബഗ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 41. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി. ഓപ്ഷൻസ് എ നീലകണ്ഠപിള്ള കാരൂർ, ബി അച്യുതൻ നമ്പൂതിരി അക്കിത്തം, സി ജോർജ് ഓണക്കൂർ കാക്കനാടൻ, ഡി പി സച്ചിദാനന്ദൻ ആനന്ദ്. ആൻസർ ജോർജ് ഓണക്കൂർ കാക്കനാടൻ. ക്വസ്റ്റ്യൻ നമ്പർ 42. തൃപ്പൂണിത്തുറയിൽ നടക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓണം. ക്വസ്റ്റ്യൻ നമ്പർ 43. ബാലഭാസ്കറിനെ പ്രശസ്തനാക്കിയ വാദ്യോപകരണം. ആൻസർ വയലിൻ. ക്വസ്റ്റ്യൻ നമ്പർ 44. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ആൻസർ ചെറുതുരുത്തി. ക്വസ്റ്റ്യൻ നമ്പർ 45. കേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി. ആൻസർ KM ബീനാമോൾ. ക്വസ്റ്റ്യൻ നമ്പർ 46. 43 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രിയെ നിയമിച്ച രാജ്യം. ആൻസർ ക്യൂബ. ക്വസ്റ്റ്യൻ നമ്പർ 47. ബാങ്കിംഗ് നിയമനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ഇന്ത്യയിലെ ആദ്യ ബാങ്ക്. ആൻസർ ഫെഡറൽ ബാങ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 48. പ്രഥമ ONV പുരസ്കാരം നേടിയ വ്യക്തി. ആൻസർ സുഗതകുമാരി. ക്വസ്റ്റ്യൻ നമ്പർ 49. 2020 വർഷത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം. ആൻസർ സസ്യാരോഗ്യ വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 50. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത് സെൻസസ് ആണ് 2021 നടത്താനിരിക്കുന്നത്? ആൻസർ 8ാമത്. ക്വസ്റ്റ്യൻ നമ്പർ 51. 8+3 × 2 - 4 / 2+6 വില. ആൻസർ 18. ക്വസ്റ്റ്യൻ നമ്പർ 52. 3-1 2-1 ഇടയിലുള്ള ഒരു ഭിന്നസംഖ്യ. ആൻസർ 5-2. ക്വസ്റ്റ്യൻ നമ്പർ 53. ഒരു സംഖ്യയുടെ 30% 70% തമ്മിലുള്ള വ്യത്യാസം 60 ആയാൽ സംഖ്യ ഏത്? ആൻസർ 150. ക്വസ്റ്റ്യൻ നമ്പർ 54. ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിതം 2n² + n ആണ്. ഈ ശ്രേണിയുടെ പൊതു വ്യത്യാസം എത്ര? ആൻസർ 7. ക്വസ്റ്റ്യൻ നമ്പർ 55. ഒരു സമചതുര സ്തൂപികയുടെ ചരിവ് ഉയരം 15 സെൻറ്റിമീറ്റർ, പാദവക്ക് 12 സെൻറ്റിമീറ്റർ ആയാൽ സ്തൂപികയുടെ ഉയരം. ആൻസർ 3√21. ക്വസ്റ്റ്യൻ നമ്പർ 56. √3/2 × 5/2 + 2/6 + 5/2 ഇതിൻ്റെ വില. ഈ തന്നിരിക്കുന്ന ആൻസറുകളൊന്നും ആൻസർ ഇല്ല. ക്വസ്റ്റ്യൻ നമ്പർ 57. 20, 25, x, 28, 32 എന്നീ സംഖ്യകളുടെ ശരാശരി 27 ആണ്. എന്നാൽ എക്സിൻ്റെ വില എത്ര? ആൻസർ 30.
ക്വസ്റ്റ്യൻ നമ്പർ 58. ഒരാൾ 1000 രൂപ 10% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് കൂട്ടുപലിശ ഇനത്തിൽ ബാങ്കിൽ നിക്ഷേപിച്ചാൽ വർഷാവസാനം ലഭിക്കുന്ന തുക. ആൻസർ 1210. ക്വസ്റ്റ്യൻ നമ്പർ 59. രാമു ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യും. രമ അതേ ജോലി ചെയ്യാൻ 8 ദിവസം എടുക്കും. എന്നാൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജോലി ചെയ്താൽ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം? ആൻസർ 3ഉം 7ൽ 3 ദിവസവും. ക്വസ്റ്റ്യൻ നമ്പർ 60. A/B = 5:2, B/C = 3:7 ആയാൽ A/C എത്ര? ആൻസർ 15:14. ക്വസ്റ്റ്യൻ നമ്പർ 61. 5, 8, 17, 44 എന്ന ശ്രേണിയുടെ അടുത്ത പദം എത്ര? ആൻസർ 125. ക്വസ്റ്റ്യൻ നമ്പർ 62. ശതമാനം എന്നത് മൈനസിനെയും ഗുണിതം എന്നത് ഭാഗത്തെയും @ എന്നത് എക്സിനെ ഇൻറ്റുവിനെയും ഹാഷ് എന്നത് പ്ലസിനെയും സൂചിപ്പിച്ചാൽ 8 @7 % 36 × 3 # 5ൻ്റെ വില. ആൻസർ 49. ക്വസ്റ്റ്യൻ നമ്പർ 63. ചുവടെ തന്നിരിക്കുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻസ്: എ 196, ബി 169, സി 729, ഡി 589. ആൻസർ സി 729. നമ്പർ 64. ഒരു ക്ലോക്കിലെ പ്രതിബിംബത്തിലെ സമയം 8:30 ആയാൽ ക്ലോക്കിലെ യഥാർത്ഥ സമയം എത്ര? ആൻസർ 3:30. ക്വസ്റ്റ്യൻ നമ്പർ 65. ആദ്യത്തെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി ഉത്തരം കണ്ടെത്തുക. 35:64, 47:. ആൻസർ 121. ക്വസ്റ്റ്യൻ നമ്പർ 66. എല്ലാവരും ഹാജരായ ഒരു ദിവസത്തെ സ്കൂൾ അസംബ്ലിയിൽ രാജുവിൻ്റെ സ്ഥാനം മുമ്പിൽ നിന്ന് 16-ാമതും പുറകിൽ നിന്ന് 20-ാമതുമാണ്. എന്നാൽ രാജുവിൻ്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? ആൻസർ 35. ക്വസ്റ്റ്യൻ നമ്പർ 67. ഒരു ക്ലോക്കിലെ സമയം 9:35 ആയാൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ആൻസർ 77.5 ഡിഗ്രി. ക്വസ്റ്റ്യൻ നമ്പർ 68. 2016 ഫെബ്രുവരി 25 തിങ്കളാഴ്ചയായാൽ 2016 മാർച്ച് 8 ഏത് ദിവസമായിരിക്കും? ആൻസർ ശനി. ക്വസ്റ്റ്യൻ നമ്പർ 69. നിഷയും സിനിയും സഹോദരിമാരാണ്. രാജിയുടെ അമ്മായിയാണ് സിനി. രാമൻ്റെ പേരക്കുട്ടിയാണ് രാജി. മുരളി രാമൻ്റെ മകനാണ്. എന്നാൽ നിഷ മുരളിയുടെ ആരാണ്? ആൻസർ സഹോദരി. ക്വസ്റ്റ്യൻ നമ്പർ 70. ബോക്സ് എന്നതിനെ OBK എന്നും പെൻ എന്നതിനെ CRA എന്നും കാർ എന്നതിനെ PNE എന്നും കോഡ് ചെയ്താൽ ഗൺ എന്നതിനെ എങ്ങനെ കോഡ് ചെയ്യാം? ആൻസർ THA. ക്വസ്റ്റ്യൻ നമ്പർ 71. എക്സ്പാൻഷൻ ഓഫ് ETC ഈസ്? ആൻസർ എക്സെട്രാ. ക്വസ്റ്റ്യൻ നമ്പർ 72. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഓപ്ഷൻസ്: ചിർപ്പ്, ട്വിറ്റർ, ട്വീറ്റ്, ടിക്സ്റ്റ്. ആൻസർ ഡി ട്വിസ്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 73. ലെറ്റ്സ് പ്ലേ ഫുട്ബോൾ (?). ആൻസർ ഷാൾ വി. ക്വസ്റ്റ്യൻ നമ്പർ 74. John is the man (saved the children). Answer who? Question number 75. If I were you, I jump off the rock. Answer wouldn't. Question number 76. Everybody claims to be right Answer don't they. Question number 77. Calicut is than Kannur. Answer farther than. Question number 78. By June next year, she her promotion. Answer will have received. Question number 79. When do you wish now or later? Answer to start.
Question number 80. The rat race among the leaders is revolting means. Answer: fierce competition for power. Question number 81. This is the place dash Gandhiji lived. Answer: where? Question number 82. Tirunelli temple is in the banks of dash Kabani river. Answer: the Kabani river. Question number 83. Report the sentence: we will pay for the damage. Answer: we offered to pay for the damage. Question number 84. Ombrophobia related to. Answer: rain. Question number 85. Change to passive. Michu is singing a western song. Answer: a western song was being sung by Michu. Question number 86. Which word is misspelled? Options: defensible, B manageable, C scoundrel, D occupant. Answer: C scoundrel. DRAL ആണ് ഇട്ടിരിക്കുന്നത് ഇവിടെ. DREL ആണ് ശരി. Question number 87. Antonyms of fickle is. Answer: constant. Question number 88. He dashed to her until she agreed to help. Answer: made up. Question number 89. Synonym of Q-wive is. Answer: alert. Question number 90. A date or time before which a particular task must be finished. Answer: deadline. Question number 91. ശ്ലക്ഷ്ണ ശിലാശില്പം ശരിയായി വിഗ്രഹിച്ച് എഴുതുന്നതെങ്ങനെ? ആൻസർ: ശ്ലക്ഷ്ണശിലാ നിർമ്മിതമായ ശില്പം. ക്വസ്റ്റ്യൻ നമ്പർ 92. പദച്ചേർച്ച കണ്ടെത്തുക. അന്ത്യത്തിൽ. ആൻസർ: അന്ത്യം അധികം ഇൽ. ക്വസ്റ്റ്യൻ നമ്പർ 93. ധനാശി പാടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എഴുതുക. ആൻസർ: അവസാനിപ്പിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 94. ശരിയായ പദം ഏത്? ഓപ്ഷൻസ്: എ കൈ ചിലവ്, ബി കൈ ചെലവ്, സി കൈ ചിലവ്, ഡി കൈ ചിലവ്. ആൻസർ: ബി കൈ ചെലവ്. ക്വസ്റ്റ്യൻ നമ്പർ 95. ഏത് വിചാരണ നേരിടാനും താൻ ക്വസ്റ്റ്യൻ നമ്പർ 95. ഏത് വിചാരണ നേരിടാനും താൻ സന്നദ്ധനാണെന്ന് അയാൾ പറഞ്ഞു. ഈ വാക്യം ശരിയായി എഴുതുക. ആൻസർ: ഏത് വിചാരണയും നേരിടാൻ തയ്യാറാണ്. ക്വസ്റ്റ്യൻ നമ്പർ 96. ചേർത്തെഴുതുക. ഉത് അധികം മുഖം. ആൻസർ: ഉന്മുഖം. ക്വസ്റ്റ്യൻ നമ്പർ 97. വിനയച്ചത്തിന് ഉദാഹരണം ഏത്? ആൻസർ: കാണാൻ പോയി. ക്വസ്റ്റ്യൻ നമ്പർ 98. അന്നവുമായി ബന്ധമുള്ള പഴഞ്ചൊല്ലേത്? ഓപ്ഷൻസ്: എ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ബി ഒരു വെടിക്ക് രണ്ട് പക്ഷി, സി കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം, ഡി ഊണിനു കൃത്യം വാക്കിനു സത്യം. ആൻസർ: ഊണിനു കൃത്യം വാക്കിനു സത്യം. ക്വസ്റ്റ്യൻ നമ്പർ 99. നിർദ്ദയം എന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക. ആൻസർ: സദയം. ക്വസ്റ്റ്യൻ നമ്പർ 100. വേദപാരംഗതൻ ഈ പദം എങ്ങനെ വിഗ്രഹിക്കാം? ആൻസർ: വേദത്തിൽ പാരംഗതനായവൻ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം തന്നെ പെട്ടെന്ന് കിട്ടിയ ആൻസറാണ്. ഇതിൽ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ വരാം. അത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അതൊന്ന് കുട്ടികൾ ശ്രദ്ധിക്കുക.